Hi guys. ബസ്സിലാ ഡ്രസ് എടുക്കാൻ. ബൈ. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ കാലത്തിന് ശേഷം നമ്മളൊരു ലോങ് വീഡിയോ ഇടാൻ പോവാണ്. ഇന്ന് എൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടെ ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ പോവാം. എല്ലാവരും ഉണ്ട്, ഫുൾ ടീമുണ്ട് ഗായ്സ്. സോ വി ആർ ഓൾ സെറ്റ് ടു എന്താണ് സാരി എടുക്കാൻ പോവൽ. ബൈ, സി യു ദേർ. സോ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇന്നത്തെ ഡേയിൽ എൻ്റെ കല്യാണത്തിനുള്ള സാരി എടുക്കാൻ കോഴിക്കോട് വരെ പോവാണ്. നമ്മൾ ഇപ്രാവശ്യം ബസ്സിലാട്ടോ പോയത്, ബിക്കോസ് അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടിട്ട്. ഫസ്റ്റിൽ തന്നെ കസുബ് കേന്ദ്രയിൽ പോയി. ആൻഡ് അവിടെ എടുത്ത് പറയണം, അവരുടെ സർവീസ് വാസ് റിയലി ഓസം. ആൻഡ് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടുത്തെ ചേച്ചിയൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നമുക്കിത് വേണം മോളെ, അത് വേണം മോളെ, ഈ സാരി നോക്കും മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ ഓരോ സാരി എടുത്ത് തരുന്നുണ്ടായിരുന്നു. പക്ഷേ എന്താണെന്ന് വെച്ചാൽ എനിക്ക് സാരീനെ പറ്റി സത്യം പറഞ്ഞാൽ എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല. പിന്നെ ഞാൻ മൈൻഡിൽ വെച്ചൊരു റെഫറൻസും കൊണ്ടാണ് പോയത്. പക്ഷേ അത് എനിക്ക് കോഴിക്കോട് ഞാൻ ഓൾമോസ്റ്റ് ഒരുപാട് ഷോപ്പിൽ പോയി, പക്ഷെ ഒരു 7-8 ഷോപ്പിൽ പോയി കാണും. പക്ഷെ എനിക്ക് അവിടെ നിന്നൊന്നും ആ സാധനം കിട്ടിയില്ല. പിന്നെ എൻ്റെ ബഡ്ജറ്റ് വന്നിട്ടും ഒരു ഐഡിയ ഉണ്ടായിരുന്നു, ഇത്ര ബഡ്ജറ്റിനുള്ളിൽ വേണം. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിന് കുറച്ചും കൂടെ റേറ്റ് കൂടുതലാണോ എന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത് കിട്ടിയില്ല, ആ റെഫറൻസിലുള്ളത് കിട്ടിയില്ല. പിന്നെ അവസാനം എനിക്ക് കിട്ടിയ ഒരു സംഭവമുണ്ട്, അത് നിങ്ങൾ എൻ്റെ വെഡ്ഡിങ് വ്ലോഗ് വരും അപ്പോൾ കാണുന്നതായിരിക്കും. സോ പിന്നെ അതാ ഈ ചേച്ചി ഉണ്ടല്ലോ, ഈ ചേച്ചി അടിപൊളിയായിട്ട് ഡ്രേപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോരുന്നു എൻ്റെ കൂടെ എന്നൊക്കെ, കാരണം അടിപൊളിയായിട്ട് സാരി ഡ്രേപ്പ് ചെയ്ത് തരുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് ഒരു 4-5 സാരി എല്ലാം ട്രൈ ചെയ്തു, പക്ഷേ എനിക്കൊന്നും ഇഷ്ടമായില്ല. ആൻഡ് മൈൻഡിന് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അതെല്ലാം ഒരു ബൈ ആക്കി. ഇതെനിക്ക് കമ്പാരിറ്റീവ്ലി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങി അടുത്ത സ്ഥലത്തോട്ട് പോയി, വിച്ച് വാസ് സിൽക്ക് മന്ദിർ. ഇവിടെ എന്താ പറയുക, നമ്മളൊരു ഓട്ടോ ഒക്കെ വിളിച്ചാണ് പോയത്. ആൻഡ് അവിടെ എത്തിയപ്പോൾ നമുക്ക് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഭയങ്കര ബാഡായിരുന്നു. എന്തോ ഒരു ഡിസ്ക്രിമിനേഷൻ ഉള്ളതുപോലെയൊക്കെ തോന്നി, അത്ര ഒരു അടിപൊളിയായിട്ട് തോന്നിയില്ല. പിന്നെ നമ്മൾ എടുത്തു തരുന്ന ഒരു താത്ത ഉണ്ടായിരുന്നു, ആ താത്ത വാസ് ഓക്കെ. പക്ഷെ നമുക്ക് കൂടുതൽ കളക്ഷൻസ് ഒന്നും അവർ കാണിച്ചു തരാത്ത പോലെയും, പിന്നെന്താ നമ്മളെ ഒരു ബഡ്ജറ്റിന് പറ്റിയ ഒരു സാരി പോലും അവിടെ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയും നമ്മൾ അവിടെ നിന്നും കുറേ നോക്കി. പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്കുണ്ടായ ഒരു ബാഡ് എക്സ്പീരിയൻസ് തന്നത് നമുക്കറിയില്ല, പക്ഷെ അവിടുത്തെ ഒരു 2 സ്റ്റാഫ് വന്നിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ഒരുമാതിരി നോട്ടം നോക്കി ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. നമുക്കതെന്തോ ഭയങ്കര ബാഡായി, വിച്ച് വി ഫെൽറ്റ് ലിറ്റിൽ ഓക്വേർഡായിട്ട്. അപ്പം അങ്ങനെയൊക്കെയായിരുന്നു അവിടുത്തെ ഒരു എക്സ്പീരിയൻസ്. ബട്ട് നമ്മൾ അവിടുന്നും കയറിയ സ്ഥിതിക്ക് നമ്മൾ അവിടുന്നും ഒരു 2-3 സാരി എല്ലാം ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ ഇഷ്ടമായില്ല. നമ്മളങ്ങനെ അത് കഴിഞ്ഞിട്ട് ജയലക്ഷ്മിയിൽ പോയായിരുന്നു, അവിടുന്നും ഒന്നും കിട്ടിയില്ല. പിന്നെ നമ്മൾ കല്യാൺ സിൽക്സിൽ പോയി. ആക്ച്വലി ഇവിടെ നിന്നാണ് കേട്ടോ എൻ്റെ വെഡ്ഡിങ് സാരി ഞാൻ എടുത്തേക്കുന്നത്. പക്ഷേ ഈ ഫസ്റ്റ് ടൈം പോയപ്പോഴല്ല, നമ്മൾ അവിടെ പോയി ആദ്യം കുറേ സാരിയെല്ലാം നോക്കിയതിന് ശേഷം അവസാനം നമ്മൾ അവിടുന്ന് വീണ്ടും ഇറങ്ങി. എന്നിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു. ആൻഡ് നമ്മൾ ശോഭിക കോഴിക്കോട് അവിടെയും പോയി, അവിടെ നിന്നൊന്നും കിട്ടിയില്ല. അതിനുശേഷം നമ്മൾ പിന്നെ കല്യാൺ കേന്ദ്ര അങ്ങനെ എന്തോ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു, അവിടെയും പോയിട്ടുണ്ട്. ബട്ട് ഇവിടെ എവിടെയും തന്നെ നമുക്ക് സാധനങ്ങളൊന്നും കിട്ടിയില്ല. നമ്മൾ ഓൾമോസ്റ്റ് ടയർഡായി. പിന്നെ നമ്മൾ കല്യാൺ സിൽക്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു സാരി ഓൾറെഡി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. സോ ആ സാരിയാണ് നമ്മൾ പിന്നെ കല്യാണത്തിനുള്ള സാരി ആയിട്ട് എടുത്തേക്കുന്നത്. ആൻഡ് ഇത് നമ്മൾ അവസാനം എടുത്ത് കഴിഞ്ഞപ്പോൾ ഉള്ള എൻ്റെ സിസ്റ്റേഴ്സിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റാണ്. ബിക്കോസ് പാവങ്ങൾ കേട്ടോ, ഞാൻ അത്രയും ഷോപ്പിൽ ഇവരെ കയറ്റി ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്, അയ്യോ കിട്ടിയല്ലോ എന്നുള്ള. നമ്മൾ അതിന് ശേഷം വീണ്ടും നേരെ ഷോപ്പിക്കയിൽ പോയി. അവിടെ ഇവർക്കൊക്കെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒന്ന് റിഫ്രഷ് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് നമ്മൾ പോയത് പരാഗാണ്. പാളയത്തുള്ളൊരു പരാഗ് എന്ന് പറഞ്ഞ ക്ലോത്തിങ്
ക്ലോത്ത് മെറ്റീരിയൽസ് എല്ലാം കിട്ടുന്നൊരു ഷോപ്പാണ്. ആൻഡ് നമ്മൾ അവിടുന്ന് സാധനം എല്ലാം എടുത്തു. ഈ ഒരു ടൈപ്പ് സാധനമാണിപ്പം കോഴിക്കോട് ഒരുപാട് കല്യാണത്തിനൊക്കെ കാണുന്ന ഒരു സാധനമാണ്, ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ പിന്നെ ഇതെടുത്തു. ഇതിൻ്റെ ഒരു ഫൈനൽ കാണാൻ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആവും, പേടിയും ഒക്കെ ഉണ്ട്. കാരണം ഞാനാണല്ലോ അവർക്ക് ഈ ഒരു സാധനം പറഞ്ഞു കൊടുത്തത്, അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ചെറിയ പേടിയുണ്ട്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മൾ SM സ്ട്രീറ്റിൽ പോയി. ആൻഡ് അവിടെ പോയിട്ട് പിന്നെ നമ്മൾ കുറച്ച് ആക്സസറീസൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. ആൻഡ് അതിൻ്റെ ഇടയിൽ നമ്മൾ അവിടുന്ന് കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബോട്ടിൽസ് എല്ലാം വാങ്ങിച്ചു. അതായത് അളവ് വെച്ച് വെള്ളം കുടിക്കാൻ എന്ന് വേണമെങ്കിൽ പറയാം. അതിങ്ങനെ നമ്മൾ നടന്നു പോകുമ്പം കണ്ടതാട്ടോ. അപ്പോൾ നമ്മൾ അവിടുന്ന് അതും മേടിച്ചു. എനിക്ക് അവിടുന്ന് കുറച്ച് എന്താ പറയുക, ഡ്രസ്സുകളൊക്കെ നോക്കാനുണ്ടായിരുന്നു, പക്ഷേ എനിക്കൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. സോ നമ്മളിങ്ങനെ ചുമ്മാ അവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് നടന്ന് പോയി. പിന്നെ നമ്മൾ കാറിലൊന്നുമല്ല പോയത്, അപ്പോൾ അതുകൊണ്ടിട്ട് നല്ല ബുദ്ധിമുട്ടി. ഫസ്റ്റിൽ നമ്മൾ KSRTC സ്റ്റാൻഡിൽ പോയി, പക്ഷെ അവിടെ നമുക്ക് ബസ്സൊന്നും കിട്ടിയില്ല. ആൻഡ് ദെൻ വി ഓപ്റ്റഡ് ഫോർ ട്രെയിൻ. എന്നിട്ട് നമ്മൾ നേരെ നമ്മുടെ നാടായ കൊയിലാണ്ടിയിലേക്ക് ട്രെയിൻ എടുത്തു. നമ്മൾ തിരിച്ചു പോയി. ആൻഡ് ഇറ്റ് വാസ് എ വെരി ഗുഡ് ഡേ. ആൻഡ് എൻ്റെ കൂടുതൽ വെഡിങ് വ്ളോഗ്സൊക്കെ ഞാനിതാ ഇടുന്നതായിരിക്കും. ബ്രൈഡ് ടു ബീൻ്റെ ഒരു വ്ളോഗ് ഞാൻ ഇടാൻ വേണ്ടി നിൽക്കുന്നു. അപ്പം എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയാം. ആൻഡ് സീ യു ഗൈസ്, ബൈ ബൈ.